ജസ്ന തിരോധാന കേസിൽ മത തീവ്രവാദ ബന്ധം തള്ളി സിബിഐയുടെ റിപ്പോർട്ട്. അത്തരം തെളിവുകളില്ലെന്നും ജസ്ന മരിച്ചു എന്ന നിഗമനമില്ലെന്നും സിബിഐ പറയുന്നു. ജസ്ന എവിടെയെന്ന് കണ്ടെത്താൻ സാധിച്ചില്ലെന്നും ഒരു തരത്തിലുമുള്ള തെളിവുകളുമില്ലെന്നും സിബിഐ വ്യക്തമാക്കുന്നു. സിബിഐ റിപ്പോർട്ടിന്റെ കൂടുതൽ വിവരങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. എസ് ശ്യാംകുമാർ നൽകും കൊച്ചിയിൽ നിന്നും അതിന്റെ കൂടുതൽ വിവരങ്ങൾ. ശ്യാം, നേരത്തെ തന്നെ സിബിഐ താൽക്കാലികമായി ഈ കേസ് അവസാനിപ്പിക്കുന്നു എന്ന കാര്യം പുറത്തു വന്നതാണ്. ഇപ്പോൾ അന്വേഷണ റിപ്പോർട്ടിലെ വിവരങ്ങൾ കൂടി വരുന്നുണ്ട്. ഒരു തെളിവും ഇല്ല, മാത്രമല്ല ഇതിനൊരു മത തീവ്രവാദ ബന്ധം തീരെയില്ല എന്ന് പറയുന്നു. അത് എന്തൊക്കെ കണ്ടെത്തലിന്റെ പശ്ചാത്തലത്തിലാണ്? തീർച്ചയായും ജസ്നയുടെ തിരോധാനവുമായി ബന്ധപ്പെട്ട് നേരത്തെ തന്നെ വിവിധ ആരോപണങ്ങൾ, പ്രത്യേകിച്ച് മത തീവ്രവാദവുമായി ബന്ധപ്പെട്ടുള്ള ആരോപണങ്ങൾ ഉയർന്നിരുന്നു. അന്ന് തന്നെ CBI അത് ഔദ്യോഗികമായി നിഷേധിക്കുകയും ചെയ്തിരുന്നു. അതിന് പിന്നാലെയാണ് കോടതിയിൽ സമർപ്പിച്ചിരിക്കുന്ന ക്ലോഷർ റിപ്പോർട്ടിൽ CBI മത തീവ്രവാദവുമായി ജസ്നയുടെ തിരോധാനത്തിന് ബന്ധമില്ല എന്ന് അടിവരയിട്ടുറപ്പിക്കുന്നത്. ഏതായാലും ജസ്ന ജീവിച്ചിരിപ്പുണ്ട് എന്നുള്ളതും പറയുന്നുണ്ട്. ജസ്ന മരിച്ചിട്ടില്ല, പക്ഷേ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല എന്നുള്ളത് മാത്രമാണ് CBIയുടെ റിപ്പോർട്ടിൽ പറയുന്നത്. നിലവിൽ സമർപ്പിച്ചിരിക്കുന്നത് ക്ലോഷർ റിപ്പോർട്ട് മാത്രമാണ്. അതുകൊണ്ട് തന്നെ ജസ്നയുമായി ബന്ധപ്പെട്ട എന്ത് വിവരങ്ങൾ ലഭിച്ചാലും അതിൽ അന്വേഷണം ഉണ്ടാകും. റെഡ് കോർണർ നോട്ടീസ് ഇന്റർപോളിന്റെ സജീവമായി നിലവിലുണ്ട് എന്നുള്ള വിവരം ഉൾപ്പെടെ കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ടിൽ പറഞ്ഞിട്ടുണ്ട്. ഇതിലാണ് ജസ്നയുടെ പിതാവിന് അന്വേഷണം അവസാനിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട് കോടതി നോട്ടീസ് അയക്കുകയും ചെയ്തിട്ടുണ്ട്. CBI അന്വേഷണം അവസാനിപ്പിക്കുന്നതിൽ ഏതെങ്കിലും തരത്തിലുള്ള എതിർപ്പുണ്ടെങ്കിൽ കോടതിയെ അറിയിക്കണമെന്നുള്ളതാണ് ആ നോട്ടീസിൽ കോടതി ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഏതായാലും താൽക്കാലികമായി ജസ്ന കേസിൽ അന്വേഷണം നിർത്തുമ്പോൾ തീവ്രവാദ ബന്ധമല്ല ജസ്നയുടെ തിരോധാനത്തിന് പിന്നിലെന്ന് ഉറപ്പിച്ചു പറയുകയാണ് CBI. ശരി, എസ് ശ്യാംകുമാറാണ് വിവരങ്ങൾ നൽകി.